ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബം, തിരുക്കുടുംബം വിചിന്തനത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുടുംബം യഥാർത്ഥ ക്രിസ്തീയ കുടുംബമായി മാറുവാൻ നമുക്ക് ചില കുടുംബങ്ങളെ അനുകരിക്കാൻ സാധിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. യാക്കോസ്ലീയ 1-ാം അധ്യായം 22-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകരുത്, അത് അനുവർത്തിക്കുന്ന ദൈവമക്കളായിട്ട് നമ്മൾ മാറണം. പറയുണ്ട്, ചില കുടുംബങ്ങളെക്കുറിച്ച്, അവരുടെ ധീരതയെക്കുറിച്ച്, ആത്മീയതയെക്കുറിച്ച് കേട്ടാൽ പോരാ, അത് അനുകരിക്കാൻ നമുക്ക് സാധിക്കണം. മത്തായി 7-ാം അധ്യായം 21 മുതൽ വായിക്കുമ്പോൾ അവിടെയും പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. വചനം കേട്ടിട്ട് അത് അനുസരിക്കാത്തവർ, അത് ജീവിക്കാത്തവർ, അവർ അനീതി പ്രവർത്തിക്കുന്നവരുടെ ഗണത്തിൽപ്പെടും. അവർക്ക് ദൈവവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധ്യമല്ല എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 15-ാമത്തെ വചനം യേശു തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. ഇതുപോലെ മാതൃക നൽകുന്ന ചില കുടുംബങ്ങളെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവരെ അനുകരിക്കാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ നമ്മുടെ കുടുംബം അനുഗ്രഹീത കുടുംബമായിട്ട് മാറും. ഇതിലാദ്യമായിട്ട് നമുക്ക് എടുക്കാവുന്നത് വിശുദ്ധ മോനിക്കായുടെ കുടുംബമാണ്. വിശുദ്ധ മോനിക്കായുടെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഒരൊറ്റ വ്യക്തി ഉണ്ടായിരുന്നുള്ളൂ, പ്രാർത്ഥിക്കുന്ന വ്യക്തി, അത് വിശുദ്ധ മോനിക്കായുടെ അമ്മ ഒരു മലീഷ്യസ് ലേഡി എന്നാണ് ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞാൽ ഒരു വിഷം. മോനിക്കായുടെ ഭർത്താവ് ഒരു പെയ്ഗൻ, വിജാതിയൻ, പള്ളിപ്പോക്കോ വിശ്വാസമോ പ്രാർത്ഥനയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾ. മോനിക്കായ്ക്ക് 2 മക്കളുണ്ടായി, 2 പേരും ദൈവവിശ്വാസമോ പ്രാർത്ഥനയോ ഇല്ലാത്തവർ. അങ്ങനെ 5 പേരടങ്ങുന്ന കുടുംബം. ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിച്ചൊരു വ്യക്തി മോനിക്ക. പക്ഷെ നമ്മൾ കാണുന്നു, ഈ ഒറ്റയാളുടെ പ്രാർത്ഥന കൊണ്ട് ആ കുടുംബാംഗങ്ങളെല്ലാവരും ദൈവത്തിലേക്ക് വന്നു. മരിക്കും മുമ്പ് അവരെല്ലാവരും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ദൈവത്തെ അംഗീകരിച്ച് ഭാഗ്യമരണം പ്രാപിച്ചവരാണ്. ഒരു വ്യക്തിക്ക്, ആ കുടുംബത്തിൽ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റിയ കാര്യം. പലപ്പോഴും ഇന്ന് ഈ ഒരു കാഴ്ചപ്പാടിൽ പോകാൻ പലർക്കും സാധിക്കുന്നില്ല. മറ്റാരും നമ്മുടെ കൂടെ സഹകരിക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ വരുന്നില്ല, അതുകൊണ്ടാണ് ഞാനും പ്രാർത്ഥിക്കാത്തത്, ഇങ്ങനെയൊക്കെ ന്യായീകരണം പറയുന്നവരെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കാണുകയാണ്, ഒരൊറ്റ വ്യക്തിയുടെ പ്രാർത്ഥന കൊണ്ട് ആ കുടുംബം മുഴുവൻ ദൈവത്തിലേക്ക് വരുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ, ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കണമെന്ന്, പ്രാർത്ഥന തുടരണമെന്ന് കർത്താവ് നിർദ്ദേശം തന്നിരിക്കുന്നത്. ഭഗ്നാശരാകരുത്. വിശുദ്ധ മോനിക്കായ്ക്ക് ഭഗ്നാശയിലേക്ക് പോകാൻ, നിരാശപ്പെടാൻ എല്ലാ സാധ്യതകളും അവളുടെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷെ വിശുദ്ധ മോനിക്ക നിരാശപ്പെടാതെ പ്രാർത്ഥന തുടരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 32-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, സോദോം ഗൊമോറയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നൊരു കാര്യം. ആ ദേശത്ത് 10 നല്ലവരുണ്ടായിരുന്നെങ്കിൽ ആ ദേശം നശിപ്പിക്കപ്പെടില്ലായിരുന്നു. അതുപോലും ഇല്ലാതെ പോയത് കൊണ്ടാണ് അങ്ങനെ ഒരു നാശം അവിടെ സംഭവിച്ചത്. എങ്കിൽ ഏത് കുടുംബത്തിലാണേലും ഒരു വ്യക്തിയെങ്കിലും, നല്ലൊരു വ്യക്തി, പ്രാർത്ഥിക്കാൻ മനസ്സുള്ള വ്യക്തി ഉണ്ടെങ്കിൽ ആ കുടുംബം നശിക്കില്ല എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. മറ്റൊരു കുടുംബം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണ് വിശുദ്ധ ഫെലിച്ചിത്താസും 7 മക്കളും. 2 മക്കബായർ 7-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏതാണ്ട് ഇതുപോലൊരു കുടുംബത്തെ അവിടെ കാണാൻ പറ്റും. വിധവയും 7 മക്കളും. അവർക്ക് സംഭവിച്ച അതേ കാര്യങ്ങൾ സംഭവിച്ച ഒരു കുടുംബമാണ് വിശുദ്ധ ഫെലിച്ചിത്താസും 7 മക്കളും. അന്തോണിയൂസ് ചക്രവർത്തിയുടെ കാലത്ത് മതപീഡനം, ഇനി ആ സമയത്ത് ഇവർ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചവർ, ക്രിസ്തീയ ജീവിതം നയിച്ചവർ, അത് കണ്ടിട്ട്, ഇവരുടെ ജീവിതം കണ്ടിട്ട് പലരും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു. അപ്പോൾ വിജാതിയർ അസ്വസ്ഥരായി. അവരുടെ പുരോഹിതർ ചക്രവർത്തിയോട് പറയുകയുണ്ടായി, ഇതുമൂലമാണ് നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടാത്തത്. ഇവർ ഇങ്ങനെ ഒരു വിശ്വാസം ഏറ്റെടുത്തത് കൊണ്ടാണ് നമ്മുടെ ദേശത്തിന്, നമ്മുടെ രാജ്യത്തിന് അനുഗ്രഹം കിട്ടാതെ പോകുന്നത്. അവസാനം ഇവർക്ക് ഒന്നുകിൽ ഇവരുടെ വിശ്വാസം ബലി കഴിക്കണം, അതിന്
അസൂയാവഹമായിട്ടുള്ള നേട്ടങ്ങൾ പോലും വാഗ്ദാനം ചെയ്തു. അമ്മയുടെയും മക്കളുടെയും മുമ്പിൽ വെച്ച് പിന്നീട് മക്കളെ തന്നെ മാറ്റി നിർത്തി, നിങ്ങൾക്ക് ഇത്രയും പ്രായമായിട്ടുള്ള അതുകൊണ്ട് നിങ്ങൾ വെറുതെ മരിക്കരുത്, നിങ്ങൾ വിശ്വാസം ത്യജിച്ചിട്ട് ഈ ഒരു നേട്ടം നേടുവാൻ തയ്യാറാവുക, ഇങ്ങനെയെല്ലാം പറഞ്ഞ് അവരെ പ്രേരിപ്പിച്ചിട്ടും അവർ തീരുമാനമെടുത്തത് രക്തസാക്ഷികളാകാനാണ്. അതുകൊണ്ടാണ് ഈ അമ്മയും 7 മക്കളെയും സഭയിൽ നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത്, അവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബത്തിലേക്കും വ്യക്തി ജീവിതത്തിലേക്കും ഈ കുടുംബാംഗങ്ങളിൽ നിറഞ്ഞു നിന്ന് ആ നല്ല കാര്യങ്ങൾ, ധീരത, ദൈവത്തോടുള്ള സ്നേഹം, ആധ്യാത്മികത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാൻ സാധിച്ചാൽ നമ്മളും നമ്മുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതിനു വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. കോമൺ നിയോഗമായിട്ട് നമ്മളിന്ന് വയ്ക്കുന്നത്, കർത്താവിൻ്റെ വേലയിൽ അലസരാകുന്ന വ്യക്തികളുണ്ട്, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാകാൻ എല്ലാ പ്രേക്ഷിതരെയും അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളും യേശുവിൻ്റെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നമുക്കിപ്പോൾ കുടുംബ പ്രതിഷ്ഠയിൽ പങ്കുചേരാം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും മേലിൽ പാപം ചെയ്യാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബത്തെ തിരുക്കുടുംബത്തിൻ്റെ സാദൃശ്യത്തിൽ രൂപപ്പെടുത്തണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയവും മാറി യൗസേപ്പ് പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കിനി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകമാസകലമുള്ള എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ പരിപാലിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.